ഹലോ, വെൽക്കം ബാക്ക് ടു എം ഫേവർ. നമ്മുടെ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ഈ വരാനിരിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കറണ്ട് അഫയേഴ്സിന് ഏതൊരു പരീക്ഷയ്ക്കും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര രീതിയിൽ ഒരു പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയാം. പ്രാധാന്യം എന്ന് പറയുന്നത് ചില പരീക്ഷകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ വരുന്നുണ്ട്, പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ എം ഫേവർ കേരള PSC എന്ന ടെലഗ്രാം ചാനലിൽ നിന്നും ഈ ഒരു ക്ലാസിന്റെ നോട്ട് PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എം ഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്ത് ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊള്ളുക. നമ്മുടെ നോട്ട്സും ഗൈഡൻസും ഒക്കെ അവിടെ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, സോ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടന്നാലോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കിരീടത്തെ പറ്റിയാണ്. നമുക്കറിയാം, പുരുഷ സിംഗിൾസ് ജേതാവും വനിതാ സിംഗിൾസ് ജേതാവും ഇവരെ പറ്റിയാണ് PSC ചോദ്യം വരുന്നത് അല്ലെ. അപ്പോ പുരുഷ സിംഗിൾസ് ജേതാവ് എന്ന് പറയുന്നത് കാർലോസ് അൽക്കാരസ് ആണ്, സ്പെയിൻകാരനാണ്. ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം ഇറ്റലിയുടെ യാനിക് സിന്നറിനെ തോൽപ്പിച്ചു. അപ്പോ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കളി കൂടിയായിരുന്നു ഇവർ തമ്മിൽ ഫൈനലിൽ നടന്നത്. സോ 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവ് സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെ തോൽപ്പിച്ചു. അതുപോലെ വനിതകളുടെ കാര്യത്തിൽ ജേതാവായിരിക്കുന്നത് കൊക്കോ ഗഫ്, USA കൊക്കോ ഗഫ് ആണ്. അവർ ഫൈനലിൽ ബെലാറസിന്റെ അരീന സബലങ്കയെ തോൽപ്പിച്ചു. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു കലണ്ടർ വർഷം എടുക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ, അത് കഴിഞ്ഞാൽ ഫ്രഞ്ച് ഓപ്പൺ, ശേഷം വിംബിൾഡൺ, അവസാനമായിട്ട് US ഓപ്പൺ എന്നിങ്ങനെയാണ് വരുന്നത്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുരുഷ സിംഗിൾസ് ജേതാവ് എന്ന് പറയുന്നത് ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ്. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചു. ഓസ്ട്രേലിയൻ ഓപ്പൺ 2025 വനിതാ സിംഗിൾസ് ജേതാവ് USA തന്നെ കൊക്കോ ഗഫ് അല്ല, പകരം മാഡിസൺ കീസ് ആണ്. അവര് ഫൈനലിൽ പക്ഷെ തോൽപ്പിച്ചിരിക്കുന്നത് ഇതേ ബെലാറസിന്റെ അരീന സബലങ്കയെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കി. 2025 കായിക രംഗത്തെ പ്രിൻസസ് ഓഫ് അസ്റ്റൂറിയാസ് അവാർഡ് നേടിയ ടെന്നീസ് താരം USA സെറീന വില്യംസ്. ഇനി 2025 ഫിഫ ക്ലബ് വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം, അതും USA തന്നെയാണ്. USA ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ കൺസിക്യൂട്ടീവ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരുപാട് ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്, അവരുടെ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം എന്ന് പറയുന്നത് USA ആണ്. ഇനി 2025 നടന്ന ഇന്ത്യ USA സംയുക്ത പ്രത്യേക വ്യോമസേന അഭ്യാസം, ഇന്ത്യയുടെ വ്യോമസേനയും അമേരിക്കൻ വ്യോമസേനയും ഇന്ത്യയിലെ പല ഇടങ്ങളിലായിട്ട് നടത്തിയ പ്രത്യേക സേനാ അഭ്യാസമാണ് എന്തെന്ന് പറയുന്നത് എക്സസൈസ് ടൈഗർ ക്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സസൈസ് ടൈഗർ ക്ലോ. അടുത്തൊരു ചോദ്യം നോക്കിയേ. നമ്മുടെ തിരൂരിൽ സ്ഥിതി ചെയ്യുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ, സർവകലാശാലയുടെ ചാൻസലർ ഗവർണർ ആണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാം. വൈസ് ചാൻസലർമാരെയാണ് നിയമിക്കുന്നത് അല്ലെ. അപ്പോൾ വൈസ് ചാൻസലർ ആയിട്ട് ഇവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്നത് CR പ്രസാദ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, CR പ്രസാദ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. 2012 ഫോം ചെയ്തിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ PSCയുടെ സ്ഥിരം ചോദ്യമായിരുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം ഭക്ഷ്യ സുരക്ഷാ ദിനവുമായി ബന്ധപ്പെട്ടാണ്.
ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ്. അതിന്റെ പ്രമേയം തീം എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ. അതുപോലെ തന്നെ ലോക പരിസ്ഥിതി ദിനം വേൾഡ് എൻവയറൺമെന്റ് ഡേ ജൂൺ 5-നാണ്. അതിന്റെ ഒരു തീം എന്ന് പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെയായിട്ടുള്ള ഒരു പ്രമേയമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആഗോള ആതിഥേയത്വം, ആ പറയുന്ന നമ്മുടെ വേൾഡ് എൻവയറൺമെന്റ് ഡേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെലിബ്രേഷൻസിന്റെ ആഗോള ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് സൗത്ത് കൊറിയ അഥവാ ദക്ഷിണ കൊറിയ തന്നെയാണ്. ഇനി ഇന്ത്യയിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ നൽകുന്നതിന് പുതുതായി ലൈസൻസ് ലഭിച്ച കമ്പനി എല്ലാവർക്കും അറിയാം. എലോൺ മസ്കിനെ കുറിച്ച് പറയാതെ തന്നെ അറിയാം. ടെസ്ല അല്ലെ, ടെസ്ല കാറുകളുടെ നിർമ്മാതാവ്. അത് മാത്രമല്ല US-ൽ ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാൻ ഒരു നിർണായക പങ്ക് വഹിച്ച വ്യക്തി അല്ലെ. അപ്പോൾ അദ്ദേഹമാണ് എലോൺ മസ്ക്. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്ക് ആണ് ഇനി നമ്മുടെ ഇന്ത്യയിൽ വരാനിരിക്കുന്നത്. ജിയോയുമായിട്ട് കട്ട മത്സരമായിരിക്കും. ഓക്കെ, കൃഷിയിലും അനുബന്ധ മേഖലകളിലും നൂതന സാങ്കേതിക വിദ്യകൾ, ഏറ്റവും മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള ടെക്നോളജി, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച സ്ത്രീകൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംരംഭമാണ് K-TAP. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമാണ്. കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം എന്നുള്ളതാണ് K-TAP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബംഗളൂരുവിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലർ ISROയുടെ മുൻ ചെയർമാനായ S. സോമനാഥാണ്. 2025-35 കാലഘട്ടത്തെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഒരു 10 വർഷത്തേക്ക് ജലവൈദ്യുത ദശകമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശിന്റെ CM PSCയുടെ കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ് പേമ ഖണ്ഡു. ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനായുള്ള ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, അതിനായുള്ള 2025 യുണൈറ്റഡ് നേഷൻസ് സസാകാവ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ അധ്യക്ഷനായ മേധാവിയായ മൃത്യുഞ്ജയ് മോഹപത്രയാണ് കേട്ടോ. മൃത്യുഞ്ജയ് മോഹപത്ര ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അഥവാ കാലാവസ്ഥ വകുപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ മേധാവിയായിട്ടുള്ള മൃത്യുഞ്ജയ് മോഹപത്രയ്ക്കാണ് UN പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്, UN സസാകാവ അവാർഡ്. 2025 ജൂണിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം വർഷം തോറും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആസ് ഓഫ് നൗ 91 ആണ്. 2025 ജൂണിൽ രാജസ്ഥാനിൽ നിന്നുള്ള കിച്ചാൻ, മെനാർ എന്നീ 2 പുത്തൻ തണ്ണീർത്തടങ്ങളെ കൂടി, വെറ്റ്ലാൻഡ്സിനെ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റാംസർ പട്ടികയിൽ. എല്ലാവർക്കും അറിയാം. അതായത് ലോകത്താകമാനം സംരക്ഷിക്കപ്പെടേണ്ട തണ്ണീർത്തടങ്ങളായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥലങ്ങളെയാണ് റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത്. റംസാർ എന്ന് പറയുന്നത് ഇറാനിലെ ഒരു പ്രദേശമാണ്. ഓക്കെ, റംസാർ സൈറ്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി അപ്പോൾ ആസ് ഓഫ് നൗ ഇന്ത്യയിൽ 91 റംസാർ സൈറ്റുകളുണ്ട്. ഇനി 2025 ജൂണിൽ ബ്രിക്സിൽ പങ്കാളിയായി ചേർന്ന ഏഷ്യൻ രാജ്യം, അതായത് ബ്രിക്സിൽ അംഗമായിട്ടുള്ള രാജ്യമല്ല, ബ്രിക്സിൽ ആകെ ഇപ്പോൾ അംഗമായിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം 10 പേരാണ് അല്ലെ, 10 പേരാണ്. റീസെന്റ് ആയിട്ട് PSCയുടെ ചോദ്യം ഇതായിരുന്നു, 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായിട്ടുള്ള രാജ്യം ആര് എന്നുള്ളത്. ഉത്തരം ഇന്തോനേഷ്യയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും, അതായത് ഇന്തോനേഷ്യ, മലേഷ്യ, അതായത് നമ്മുടെ ആസിയൻ രാജ്യങ്ങൾ ഉണ്ടല്ലോ, ഇന്തോനേഷ്യ, മലേഷ്യ, ബ്രൂണൈ, ഫിലിപ്പൈൻസ്, തായ്ലൻഡ്, കംബോഡിയ, ലാവോസ് പോലുള്ള, മ്യാൻമാർ പോലുള്ള രാജ്യങ്ങൾ നോക്കുമ്പോഴേക്കും ആ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ബ്രിക്സിൽ അംഗമാകുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ. അത് ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നുള്ളതാണ് ബ്രിക്സ് പണ്ട്. പക്ഷെ ഇപ്പോൾ 10 പേരുണ്ട്. ഇവരെ കൂടാതെ ആഫ്രിക്കയിൽ നിന്നും ഈജിപ്ത്, എത്യോപ്യ, അതുപോലെ തന്നെ ഏഷ്യയിൽ നിന്നും ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കൂടാതെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്തോനേഷ്യയും കൂടെ ചേർന്നതോടുകൂടി 10 രാജ്യങ്ങളാണ്. പക്ഷെ ഇവിടെ ചോദ്യം 2025 ജൂണിൽ ഈ പറയുന്ന ബ്രിക്സിൽ പങ്കാളിയായ രാജ്യം ഏത്, അതായത് പാർട്ട്ണർ കൺട്രി ആയിട്ടുള്ള ഏഷ്യൻ രാജ്യം ഏത് എന്നുള്ളതാണ്. ഉത്തരം വിയറ്റ്നാം ആണ്. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ വിയറ്റ്നാമിന് ഒരു ഫുൾ മെമ്പർഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. മെറ്റ എന്ന് പറഞ്ഞാൽ പഴയ ഫേസ്ബുക്ക് ആണ്.
മെറ്റയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആര് എന്നാണ് ചോദ്യം. ഉത്തരം അരുൺ ശ്രീനിവാസ് ആണ്. അരുൺ ശ്രീനിവാസ്. ഇനി 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. കഴിഞ്ഞ 10-25 വർഷത്തിലേറെയായിട്ട് ഒരു ICC ചാമ്പ്യൻഷിപ്പ് പോലും നേടാത്ത മുൻനിര ക്രിക്കറ്റ് ടീമുകളിൽ ഒന്നാണ് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. ഇത്തവണ ആദ്യമായിട്ട് ഒരു ICC ചാമ്പ്യൻഷിപ്പ് പട്ടം അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. വേൾഡ് ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ്. ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഫൈനലിൽ നമ്മുടെ ഓസ്ട്രേലിയയെ സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ചു. ക്യാപ്റ്റൻ, അവർക്കായിട്ട് ആദ്യമായിട്ട് ഒരു ICC ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ടെംബ ബാവുമയാണ്. 2025 ജൂണിൽ ഇറാനിൽ സൈനിക ആക്രമണത്തിനായി ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ എന്നുള്ളതാണ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇറാനിൽ നടത്തിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഓക്കെ, അതായത് ഇറാനിൽ നിന്ന് ഇസ്രായേലിന് ഒരു സംരക്ഷണം വേണം, മീൻസ് ഇറാനിൽ നിന്നും ഇസ്രായേലിന് എല്ലാ രീതിയിലുമുള്ള സുരക്ഷയും ഒരുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ മേധാവി, ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയിരിക്കുന്ന സൈനിക ആക്രമണമാണ് 2025 ജൂണിൽ. ഇനി നമ്മുടെ രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് UAV അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, അതാണ് രുദ്രാസ്ത്ര എന്ന് പറയുന്നത്. രുദ്രാസ്ത്ര അതായത് കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഡ്രോൺ ആണ് രുദ്രാസ്ത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഇന്ത്യ തദ്ദേശീയമായി പരീക്ഷിച്ച ഡ്രോൺ അതാണ് രുദ്രാസ്ത്ര. ഓക്കെ, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അഥവാ ഈ പറയുന്ന ഡ്രോണാണ്. ഇനി ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയുടെ പുതിയ പേര് അതാണ് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി. നമ്മൾ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസ് പറയുന്നത് ബോർഡർ ഗവാസ്കർ എന്നതുപോലെ ഇനി ഇംഗ്ലണ്ടും ഇന്ത്യയുമായിട്ടുള്ളത് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി എന്നായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനിയായിട്ട് എക്കണോമിക്സിൽ നിന്ന് ഒരു കറണ്ട് അഫെയർ ചോദ്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇതായിരിക്കാം. കാരണം ബാങ്കിങ് ഇതര കമ്പനി അഥവാ NBFC ആയിട്ട് പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകിയ ഇന്ത്യൻ കൊമേഴ്സ് കമ്പനി ആമസോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ ഇടയ്ക്ക് സംഭവിച്ചതാണ് കേട്ടോ, 2025 സംഭവിച്ചതാണ്. ഫ്ലിപ്കാർട്ടാണ് ഉത്തരം. ഫ്ലിപ്കാർട്ട്. ഓക്കെ, 2025 ജൂൺ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയും. അപ്പോൾ നമുക്ക് ഉത്തരം ഫ്ലിപ്കാർട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി 2025 അന്തരിച്ച ഹാംലെ ബുൾബുൾ എന്നറിയപ്പെടുന്ന ഇതിഹാസ കാശ്മീരി നാടോടി കലാകാരൻ അതാണ് ഉസ്താദ് ഗുലാം നബി ഷാ. ഇന്ത്യൻ ഭാഷകൾക്കായി ഇന്ത്യ ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അതായത് AI ബേസ്ഡ് ഒരു പ്ലാറ്റ്ഫോം അതാണ് ഭാരത് ജൻ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ആണ് എന്തെന്ന് പറയുന്നത് ഭാരത് ജൻ. AI അധിഷ്ഠിത മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ. ഇനി പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ആരാ? ലൂയിസ് മോണ്ടിനെഗ്രോ. ഇനി 2025 നടന്ന 18ാമത് IPL ചാമ്പ്യൻഷിപ്പിനെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാം, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു RCB അല്ലെ, RCB ഈ പറയുന്ന രീതിയിൽ 4ാമതും IPL ഫൈനലിൽ കടക്കുകയും അവരുടെ ആദ്യത്തെ IPL കിരീടമാണ് ഇത്തവണ ഉറപ്പിച്ചിട്ടുള്ളത്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെയാണ് തോൽപ്പിച്ചത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം. അപ്പോൾ ഇതില് IPLിലെ എമർജിംഗ് പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നത് ഗുജറാത്തിന്റെ സായി സുദർശനാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓറഞ്ച് ക്യാപ്പും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഗുജറാത്ത് ടൈറ്റൻസിന്റെ തന്നെ പ്രസീദ് കൃഷ്ണയ്ക്ക് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരത്തിന് പർപ്പിൾ ക്യാപ്പും ലഭിച്ചിട്ടുണ്ട്. ഇനി IPLിൽ 300 സിക്സറുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റർ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. IPL ചരിത്രത്തിൽ 300 സിക്സറുകൾ നേടുന്ന ആദ്യ താരം എന്ന് പറയുന്നത് ക്രിസ് ഗെയിലാണ്. അതിനുശേഷം രണ്ടാമത് ഒരു ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ.
ഇനി 72ാമത് മിസ് വേൾഡ് മത്സരത്തെക്കുറിച്ചാണ്. 72ാമത് മിസ് വേൾഡ് മത്സരം 2025 നടന്നിരിക്കുന്നത്. കിരീടം നേടിയിരിക്കുന്നത് തായ്ലാൻഡുകാരിയായ ഓപ്പാൽ സുബത ചുവാങ്ശ്രീയാണ്. ഓപ്പാൽ സുബത ചുവാങ്ശ്രീ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, സ്ഥിരമായിട്ട് ചോദിക്കുന്ന, ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. 2025 മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം, ഉത്തരം ഹൈദരാബാദാണ്, തെലങ്കാനയുടെ ഹൈദരാബാദാണ്. ഇതിനു മുന്നേ 1996 ഇന്ത്യയിലെ ബാംഗ്ലൂരിലും അതിനുശേഷം 2024 നമ്മുടെ മുംബൈയില് ജിയോ വേൾഡ് സെന്ററിലുമൊക്കെ മിസ് വേൾഡ് മത്സരം നടന്നിട്ടുണ്ട്. ശരിക്കും UK അഥവാ യുണൈറ്റഡ് കിങ്ഡമിന് പുറത്ത് ഒരു രാജ്യത്ത് കൺസിക്യൂട്ടീവ് ആയിട്ട് തുടർച്ചയായി ഒരു മിസ് വേൾഡ് മത്സരം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലാണ്. കണ്ടോ, 1996 ശേഷം 2024 25 ഇന്ത്യയിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ പങ്കെടുത്ത ഇന്ത്യക്കാരി എന്ന് പറയുന്നത് നന്ദിനി ഗുപ്തയാണ്. ഓക്കെ, മിസ് ഫെമിന ഇന്ത്യക്ക് ആയിരുന്നു നന്ദിനി ഗുപ്ത. പക്ഷെ ആദ്യ 3 സ്ഥാനങ്ങളിൽ പോലും വന്നിട്ടില്ല. 2025 ദക്ഷിണ കൊറിയയിലെ ഗുമിയിൽ നടന്ന 26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ചൈന, 2ാം സ്ഥാനം ഇന്ത്യ. ഇനി 2024 ഉള്ളൂർ സാഹിത്യ പുരസ്കാരം നേടിയിരിക്കുന്നത് മഞ്ജു വെള്ളയാണിയാണ്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം ജലജമന്തികൾ. ഇനി ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ലീ ജെയ് മുങ്, അതുപോലെ തന്നെ പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആര്? കരോൾ നവ്റോക്കി. ഇനി പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത് എസ് മഹേന്ദ്ര ദേവാണ്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി, അതിന്റെ പുതിയ ചെയർമാനായിട്ട് ആര്? എസ് മഹേന്ദ്ര ദേവ് വന്നു. ഇനി അതുപോലെ പ്രസവശേഷം കുഞ്ഞുങ്ങളുമായി ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്ന അമ്മമാർക്ക് സമ്മാനമായി വൃക്ഷത്തൈകൾ നൽകുന്ന ആരോഗ്യവകുപ്പിന്റെ പദ്ധതിയാണ് ജീവൻ പദ്ധതി എന്ന് പറയുന്നത്. ആരോഗ്യവകുപ്പിന്റെ ജീവൻ പദ്ധതി. ഓക്കെ, കേരള റിലേറ്റഡ് വെൽഫെയർ സ്കീമാണ്. 2024-25 യുവേഫ നേഷൻസ് ലീഗ് കിരീടം നേടിയിരിക്കുന്നത് പോർച്ചുഗലാണ്. സോ യുവേഫ യൂറോപ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫുട്ബോൾ മത്സരമാണ്. ഈ പറയുന്ന ലീഗിൽ കിരീടം നേടിയിരിക്കുന്ന പോർച്ചുഗൽ. ഫൈനലിൽ അവർ സ്പെയിനിനെ തോൽപ്പിച്ചു. 3ാം സ്ഥാനത്ത് ഫ്രാൻസും വന്നു. ഓക്കെ, സോ ഈ പറയുന്ന ക്ലാസ്സിന്റെ നോട്ട് നിങ്ങൾ എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ നിന്ന് മറക്കാതെ ഡൗൺലോഡ് ചെയ്തോളുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. ഇത്തവണ സ്പെഷ്യൽ ബ്രാൻഡ് അസിസ്റ്റന്റ് അടിക്കണം. ഓക്കെ, താങ്ക് യു.